ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ വെച്ച് നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നല്ല കിടിലൻ ടേസ്റ്റുള്ള ഈ ഒരു ഈവനിങ് സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഈവനിങ് സ്നാക്സ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ചൂടായ പാനിലേക്ക് ഒരു ബൗൾ നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അടുത്തതായി നമ്മുടെ സ്നാക്സിന് നല്ല ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി 3-4 ഏലക്കയുടെ സീഡും കൂടി ചേർത്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ഈ പാൻ നമുക്ക് അടച്ചു വെക്കാം. ഏകദേശം ഒരു 3 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളക്കണം. അതിനുശേഷം നമ്മൾ അളന്ന് വെച്ചിട്ടുള്ള റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എത്രയാണോ നമ്മൾ വെള്ളം അളന്നെടുത്തിട്ടുള്ളത് അതിൻ്റെ പകുതി അളവിൽ മാത്രമേ നമ്മൾ റവ എടുക്കാവൂ. അപ്പോഴേ നമ്മുടെ റവ നന്നായിട്ട് കുക്കായിട്ട് കിട്ടുകയുള്ളൂ. റവ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ റവ നന്നായിട്ട് കട്ട പിടിക്കാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഈ റവ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ റവ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പാനിൽ നിന്നും ഇതുപോലെ വിട്ട് വരണം. ഈ ഒരു രീതിയിൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ റവ ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ ചെറിയ ചൂടോട് കൂടി തന്നെയാണ് ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുള്ളത്. ഒരുപാട് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ പിന്നെ ഇതുപോലെ സോഫ്റ്റായിട്ട് കിട്ടില്ല. ഇനി നമുക്ക് ഈ റവ കുഴച്ചത് മാറ്റി വെക്കാം. അടുത്തതായി നമ്മുടെ സ്നാക്സിലേക്ക് ഒരു ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി നമ്മളിവിടെ കുറച്ച് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ തേങ്ങയും പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ റവ മിക്സിൽ നിന്നും ഇതുപോലെ മീഡിയം വലുപ്പത്തിലുള്ള ഓരോ ബോൾസ് ആയിട്ട് എടുക്കുക. അതിനുശേഷം കയ്യിൽ വെച്ച് ഒട്ടും തന്നെ സ്ക്രാച്ച് ഇല്ലാതെ നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു തേങ്ങാ മിക്സിൽ നിന്നും ആവശ്യമുള്ളത്ര ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് ക്ലോസ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഒരെണ്ണം ഇതുപോലെ ഒട്ടും തന്നെ സ്ക്രാച്ച് ഇല്ലാതെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇനി നമുക്കെല്ലാം ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ റവ സ്നാക്സ് എല്ലാം ഒട്ടും തന്നെ സ്ക്രാച്ച് ഇല്ലാതെ എല്ലാതും നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. സ്നാക്സ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മുടെ ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇനി നമുക്ക് ഓരോ സ്നാക്സ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. റവയും പഞ്ചസാരയും തേങ്ങയും ഒക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഇൻഗ്രീഡിയൻസുകളാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. 2 മിനിറ്റ് കഴിയുന്ന സമയത്ത് നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും 2 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ റവ സ്നാക്സ് എല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു സ്നാക്സിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.